ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ചീരത്തോരൻ വെക്കുന്ന ഒരു രീതിയാണ്. അപ്പം ചീരയെന്ന് പറയുമ്പോൾ ധാരാളം പോഷക ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചെടിയാണ് ചീര. നമ്മളോട് ഡോക്ടേഴ്സ് ആണെങ്കിലും ധാരാളം ഇലക്കറികൾ കൂട്ടാൻ പറയും. കണ്ണിനൊക്കെ കാഴ്ച കിട്ടാൻ നല്ല ബെസ്റ്റാണ് ഇലക്കറികൾ. പിന്നെ കൂടുതൽ ആൾക്കാർക്ക് വളരെ മടിയാണ് ഈ ഇലക്കറി കൂട്ടാൻ. എനിക്ക് ഇലക്കറി വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷേ ഈ ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാധാ നാടൻ ചീരയാണ്. അപ്പം ഇതൊക്കെ നമ്മൾ ധാരാളം നമ്മുടെ പറമ്പുകളിലൊക്കെ നട്ടുപിടിപ്പിക്കുന്നതാണ്. കയ്യാലയിലൊക്കെ സൈഡിലായിട്ട് ധാരാളം കാണും. അങ്ങനെ ചീര നമ്മൾ ഒടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കതിരാണ് നമ്മൾ ഒടിച്ചെടുക്കുന്നത്. നമ്മളൊരു കൂട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒടിച്ച് കിട്ടിയ ചീരയുടെ നമ്മുടെ ഇങ്ങനെ തളിരിലകളാണ് നമ്മൾ തോരൻ വെക്കുന്നത്. ഇങ്ങനെ തളിരില തണ്ടോട് കൂടി നമ്മൾ ഒടിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൂത്ത ഇലകൾ തോരൻ വെച്ച ഒരു സുഖവും കാണത്തില്ല, ഒരു ടേസ്റ്റും ഇല്ല. അപ്പോൾ തളിരിലയെന്ന് പറയുമ്പം നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മളിങ്ങനെ ചീര എടുത്തു കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മളിനി കൂട്ടി പിടിച്ചത് കുനുകുന അരിഞ്ഞു കൊടുക്കുകയാണ്. ചെറുതായിട്ടാണ് അരിഞ്ഞു കൊടുക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്താലേ നമുക്ക് ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അങ്ങനെ നമ്മൾ ചീര നന്നായിട്ടൊന്ന് അരിയുവാണ്. മൈസൂർ ചീര എന്നാണ് ഈ ചീര അറിയപ്പെടുന്നത്. പക്ഷെ നമ്മൾ നാട്ടുപുറത്ത് സാദാ ചീര എന്നൊക്കെയാണ് പറയുന്നത്. ചീര പല വിധത്തിലുള്ള ചീരകൾ നമുക്കുണ്ട്. നമ്മൾ ചീരത്തോരനൊക്കെ കൂട്ടുവാണെങ്കിൽ നമുക്ക് രക്തം ധാരാളമായിട്ട് ഉണ്ടാകും. നമുക്കിതിനെയും എങ്ങനെയാണ് തോരൻ വെക്കുന്നത് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ ചീര നന്നായിട്ട് പൊട്ടിച്ചുകൊണ്ട് വന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞു കൊടുക്കുക. ഒരുപാട് വലുപ്പത്തിൽ ആ ഇലയോട് കിടക്കരുത്. നമുക്ക് ഇങ്ങനെ അരിയുന്ന വഴിക്ക് ഇങ്ങനെ വലുപ്പത്തിൽ വന്നാലും അതൊന്ന് ചുരുട്ടി പിടിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അരിഞ്ഞ് കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതങ്ങനെ ഇങ്ങനെ കിടന്നോളും. നമ്മൾ നന്നായിട്ട് അരിഞ്ഞു കൊടുക്കുവാണ്. നമുക്ക് ചീര നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ കാന്താരി മുളക് എടുക്കാം. അങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കാന്താരി മുളകും ആവശ്യത്തിന്. നല്ല എരിവുള്ള കാന്താരി ആയതുകൊണ്ട് കുറച്ച് മാത്രമാണ് എടുക്കുന്നത്. ഒരു 5-6 കാന്താരി മുളക്. എന്നിട്ട് നമുക്കിതിനെ ഇതിലേക്ക് ആവശ്യമായ തേങ്ങായും അതുപോലെ തന്നെ ചുമന്നുള്ളിയും കൂടെ നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കല്ലിൽ തന്നെ നന്നായിട്ട് ചീരയ്ക്ക് വേണ്ടിയുള്ള അരപ്പൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ചീരത്തോരൻ നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ചീരത്തോരൻ വെച്ചിട്ട് ആ ചൂടോടെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്കിനി ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണ നമുക്ക് ചൂടായി കിട്ടുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അരപ്പിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം. ഒരുപാട് നമ്മളങ്ങോട്ട് തേങ്ങ ചേർക്കണ്ട, ആവശ്യത്തിന് മാത്രം തേങ്ങ ചേർത്താൽ മതി. അങ്ങനെ നമ്മുടെ അരപ്പൊന്ന് വെന്ത് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചീര അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ചീര ഉണ്ടെങ്കിൽ നമ്മൾ വേവിച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് മാത്രമേ അതിലേക്ക് ഉണ്ടാവത്തുള്ളൂ. അപ്പം കുറച്ച് നന്നായിട്ട് എടുത്താൽ നമുക്ക് ആവശ്യത്തിന് കൂട്ടാൻ കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും ചീര ഉണ്ടെങ്കിൽ നട്ടുപിടിപ്പിക്കുക, ഉണ്ടാക്കി നോക്കുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.